സ്ത്രീധനം അത് വല്ലാത്ത പ്രതിസന്ധിയാ. സ്ത്രീധനം അത് വല്ലാത്ത പ്രതിസന്ധിയാ. സ്ത്രീധനം എന്ന് പറയുന്ന മാരകമാകുന്ന വിപത്തിന്റെ പേരില് ഇപ്പോഴും കല്യാണം നടക്കാത്ത എത്രയോ പെൺകുട്ടികൾ എന്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ വീട്ടിലുണ്ട്. അള്ളാഹു കാത്തിരിശുകുമാറാവട്ടെ. ഞാൻ ഇവിടെ ഇരിക്കുന്ന വാപ്പമാരോട് ഞാൻ സ്നേഹത്തില് പറയാ, നമ്മുടെ വീട്ടിൽ വന്ന് സ്ത്രീധനം ചോദിച്ച് നമ്മുടെ മക്കളെ കെട്ടാൻ വേണ്ടി വരുന്ന ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ അവർക്ക് ആ പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കാതിരിക്കാനുള്ള മനസ്സ് ഓരോ വാപ്പമാർക്കും വേണം. നമ്മുടെ വീട്ടില് ഇപ്പൊ ഈ കല്യാണം നടക്കുമ്പോ ഈ സ്ത്രീധനം ആദ്യം ആരെങ്കിലും ചോദിക്കൂല. ഈ സ്ത്രീധനം ഇപ്പം സർക്കാർ എതിർത്തു, മഹല്ലുകളിൽ എതിർത്തു തുടങ്ങി. ഇപ്പൊ സ്ത്രീധനം എങ്ങനെയാ പുതിയാപ്പിളമാര് ചോദിക്കുക? ആദ്യമേ പെണ്ണൊക്കെ കാണാൻ വരും. പെണ്ണൊക്കെ കണ്ട് എല്ലാം സെറ്റ് ആകുമ്പോ സ്വാഭാവികമായിട്ട് പെണ്ണിന്റെ വീടിന്റെ ആൾക്കാർ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അപ്പൊ ഈ വായില് പല്ലില്ലാത്ത കുറേണം പറയാറുണ്ട്. എന്താ പറയാറുള്ളേ? ഞങ്ങളൊന്നും ആഗ്രഹിക്കണില്ല, നിങ്ങളുടെ പെണ്ണിനെ മാത്രം തന്നാ മതി. എന്താ പറയാ? ഞങ്ങളൊന്നും ആഗ്രഹിക്കണില്ല, നിങ്ങളുടെ പെണ്ണിനെ മാത്രം തന്നാ മതി. അങ്ങനെ അൽഹംദുലില്ലാ ഈ പെണ്ണിന്റെ വീട്ടുകാരെല്ലാം വാക്കാൽ ഉറപ്പിക്കും. എന്നിട്ട് ഈ ചടങ്ങിന്റെ പേരില് ഈ ചെറുപ്പക്കാരന്റെ വീട്ടുകാരെന്ത് ചെയ്യും? മോതിരമായിട്ടോ എന്തെങ്കിലും സാധനങ്ങളായിട്ട് എന്ത് ചെയ്യും? ഈ പെണ്ണിന്റെ വീട്ടിൽ വരും. അത് പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കാറ്? എന്റെ മൂത്ത മകന് ഇത്ര കിട്ടിയത്, അപ്പോ നിങ്ങള് എന്താണ് ഞങ്ങളുടെ കുട്ടിക്ക് തരിക എന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇങ്ങനെ മിക്ക ആൾക്കാർ ഇപ്പൊ ഡയറക്റ്റ് പറയോ? ഡയറക്റ്റ് എങ്ങാനും പറഞ്ഞ് കേസ് കൊടുത്ത് ചങ്ങാന്റെ അകത്ത അള്ളാഹി നൽകുമാറാവട്ടെ, അള്ളാഹു കാത്തിരിശുമാറാവട്ടെ. നേരിട്ട് പറയാറുണ്ടോ? ഇല്ല. എങ്ങനെ പറയാറ്? അത് പറയാൻ ഏൽപ്പിക്കുക ഏതെങ്കിലും മരിക്കാനായ വാപ്പാനായിരിക്കും ഏൽപ്പിച്ചിട്ടുണ്ടാകാം. ഈ മരിക്കാനായ വാപ്പ എന്നിട്ട് ചോദിക്കും, എന്താ ഞങ്ങളുടെ മൂത്തവന് കിട്ടിയത് ഇത്ര പൈസയാണ്, ഇത്ര പവനാണ്, അപ്പൊ ഞങ്ങളുടെ ഇളയവന് നിങ്ങളുടെ മകളെ കെട്ടുമ്പോ എന്താ തരിക? അങ്ങനെ ചോദിക്കുന്നവരോട് പറയണം, തിന്ന മിച്ചറിനെ ചിപ്സിനെ പൈസ വെച്ചിട്ട് ചങ്ങാതി ഈ സ്റ്റെപ്പ് കടന്നാൽ മതി എന്ന് പറയാനുള്ള ഈമാൻ നമ്മുടെ വാപ്പമാർക്ക് വേണം. പെണ്ണ് മൂത്ത് നരച്ച് വീട്ടിയിരുന്നാലും കുഴപ്പമില്ല, പൈസ ചോദിക്കുന്നവന് കെട്ടിച്ചു കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ വാപ്പമാര് ഇറച്ചിക്കച്ചവടം അല്ല വീട്ടിൽ നടത്തുന്നത് എന്നൊരു ബോധ്യം എന്റെ പ്രിയപ്പെട്ടവരെ വേണം. സ്ത്രീധനം ചോദിക്കുന്നവന് പെണ്ണ് കൊടുക്കാതിരിക്കുക. ഓനെന്തിനാ കെട്ടണേ? ചില ആളുകളുണ്ട്, പെണ്ണിന്റെ വാപ്പാന്റെ കയ്യിൽ സ്വത്ത് നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന ചില ചെറുപ്പക്കാർ. അള്ളാഹി നൽകുമാറാവട്ടെ, അള്ളാഹു കാത്തിരിശുമാറാവട്ടെ. കല്യാണം അങ്ങോട്ട് ഉറപ്പിച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, ബലേനോക്ക് എത്ര മൈലേജ്, i20ക്ക് എത്ര മൈലേജ്, സ്വിഫ്റ്റിന് എത്ര മൈലേജ്. കാരണം എന്തേ? പെണ്ണിന്റെ പെണ്ണിനെ വിളിച്ചിട്ട് ഇങ്ങനെ സോപ്പിടും ചങ്ങായി. വാപ്പാനോട് പറയണം സ്വിഫ്റ്റ് മതി, അല്ലെ സ്വിഫ്റ്റ് വേണ്ട, ബലേന മതി. അപ്പൊ പെണ്ണ് പറയും, കാക്കു അല്ലെ ഇക്ക അച്ഛാ എന്റെ വാപ്പാക്ക് സ്വിഫ്റ്റ് വരാനുള്ള മൈലേജേ ഉള്ളൂ, ബലേന വരാനുള്ള മൈലേജ് ഇല്ല, അതെനിക്ക് എന്നെ കെട്ടാനുള്ള മൈലേജ് ഇല്ലെന്ന് ചങ്ങാതി വാശി പിടിക്കുമ്പോ അവസാനം സങ്കടപ്പെട്ടുകൊണ്ട് ലോണും കടത്തിന്റെ കടവും എടുത്തിട്ട് ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ വാപ്പ കാർ മേടിച്ചുകൊണ്ട് അവസ്ഥ നൽകും.